നമസ്കാരം. വിജയ് ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൂടി വന്നാൽ 6 മാസത്തിനുള്ളിൽ രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടും. നിലവിൽ വിജയുടെ പാർട്ടിക്ക് തമിഴ്നാട് നിയമസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അതേസമയം ഏറ്റവും വലിയ ഒറ്റകക്ഷിയുമാണ്. ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം വിജയ്ക്ക് ലഭിക്കും. അതൊഴിവാക്കാനാണ് DMK-യുടെ കാരുണ്യം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കിട്ടിയ CPM പോലുള്ള ഈർക്കിളി പാർട്ടികളെ കൊണ്ട് ബുദ്ധിപരമായി വിജയ്ക്ക് പിന്തുണ നൽകിക്കുന്നത്. അത് DMK നേതാവ് സ്റ്റാലിൻ്റെ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ കഴിയാത്ത CPM-നെ പോലുള്ള പ്രാദേശിക പാർട്ടികൾ ഒറ്റ രാത്രി കൊണ്ട് തങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച DMK വിട്ട് മറുകണ്ഠം ചാടിയെങ്കിൽ അതിന് പിന്നിൽ DMK തന്നെയാണ്. DMK കുനിയാൻ പറഞ്ഞാൽ CPM മുട്ടിലിഴയും. കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാക്കി അതിനെ നയിക്കാനുള്ള മെയ്വഴക്കമോ രാഷ്ട്രീയ തന്ത്രജ്ഞതയോ ഒന്നും വിജയ്ക്കില്ല എന്നത് ആരെക്കാളും നന്നായി പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. സിനിമയിൽ കാണിക്കുന്ന ഹീറോയിസം ഒന്നും കൂട്ടുകക്ഷി ഭരണത്തിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് വിജയ്ക്കും വൈകാതെ മനസ്സിലാകും. വിജയുടെ പാർട്ടിയുടെ MLA-മാരിൽ കൂടുതലും ആരാധന കൂട്ടമാണ്. രാഷ്ട്രീയ പരിചയം ഒന്നുമില്ലാത്ത ഈ ആൾക്കൂട്ടത്തെ കൊണ്ട് ഭരണം നടത്തുക എന്നതും എളുപ്പമാകില്ല. വിജയ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ കോമഡിയാണ്. BJP ആദർശപരമായ എതിരാളി, DMK രാഷ്ട്രീയ എതിരാളി. DMK സർക്കാരിനെതിരെ കാര്യമായ ഭരണവിരുദ്ധത ഒന്നും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. വിജയോടുള്ള ആരാധന, വിജയ്ക്ക് ഒരു അവസരം നൽകാമെന്ന പൊതുവികാരം എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും സീറ്റ് കിട്ടിയത്. അപ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകിയുമില്ല ജനങ്ങൾ. 2013-ൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരം പിടിച്ചതും ഇതുപോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെയാണ്. കോൺഗ്രസ് പിന്തുണയോടെ അധികാരത്തിൽ കയറിയ കെജ്രിവാൾ സർക്കാർ 49 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കുകയും ജനങ്ങളോട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകാൻ അഭ്യർത്ഥിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ചരിത്രമാണ്. നടപ്പാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പരാജയപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ രാജിവെച്ച് രക്തസാക്ഷി പരിവേഷത്തോടെ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാനാകും വിജയ് മിക്കവാറും ശ്രമിക്കുക. വിജയുടെ കൂട്ടുകക്ഷി സർക്കാർ എത്ര നാൾ മുന്നോട്ട് പോകുന്നുവോ അത്രയും നേട്ടമുണ്ടാക്കുക DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കായിരിക്കും. വിജയുടെ പാർട്ടി സ്വയം നശിക്കട്ടെ എന്നതാണ് ദ്രാവിഡ പാർട്ടികൾ എടുക്കുന്ന നിലപാട്. അതിനുവേണ്ടിയാണ് അടിമകളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ വിജയുടെ ക്യാമ്പിലേക്ക് വിട്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത് അധികം വൈകാതെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി വിജയ് രാജിവെച്ച് വീണ്ടും ജനവിധി തേടുമോ അതോ ഈർക്കിളി പാർട്ടികളുടെ പിന്തുണയോടെ ഭരണം നടത്തി സ്വയം നശിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം. ഇവിടെ യഥാർത്ഥ നഷ്ടം സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടിക്കാണ്. DMK പിന്നിൽ നിന്ന് കോൺഗ്രസ് കുത്തിയെന്നത് തമിഴ്നാട്ടിൽ വലിയ കോൺഗ്രസ് വിരുദ്ധ വികാരം ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെ ജനം തെരുവിൽ ആക്രമിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. ED സഖ്യത്തിൽ നിന്ന് DMK വിട്ടുപോന്നു. പാർലമെന്റിൽ ഇനി DMK പ്രത്യേക ബ്ലോക്കായിരിക്കും എന്നും പ്രഖ്യാപിച്ചു. വിജയോട് ക്ഷമിച്ചാലും DMK-യും സ്റ്റാലിനും ഒരിക്കലും കോൺഗ്രസിനോട് പൊറുക്കില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ 29 MP-മാരും BJP-യിൽ ലയിക്കുകയും DMK-യുടെ 22 MP-മാരുടെ പിന്തുണ കൂടി ലഭിക്കുകയും ചെയ്താൽ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷമാകുമോ എന്ന് അമിത് ഷാ കണക്ക് കൂട്ടുകയാണിപ്പോൾ. சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா